എന്നെ തന്നെ അവന്റെ പാർട്ട്ണർ ആക്കണമെന്ന് അവനെ തോന്നിപ്പിച്ചത് ദൈവം തന്നെയാ. അല്ലെങ്കിൽ പിന്നെ എത്രയോ പണക്കാരായ സുഹൃത്തുക്കൾ അവനുണ്ടാവും. അവരെ ആരെയും അവൻ ബിസിനസിന് ക്ഷണിച്ചില്ലല്ലോ. എന്നെ തന്നെയല്ലേ അവൻ വിളിച്ചത്. എങ്ങനെയും അവന്റെ കമ്പനിയുടെ പാർട്ട്ണറായി കടന്നുകൂടണം. അമ്മേ, ഹരിത വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം തോന്നിയിട്ടുണ്ട്. പക്ഷെ കഴിയില്ല. ഹരിതയ്ക്കൊപ്പം ചേർന്ന് അമ്മയെ കുറ്റപ്പെടുത്താനേ എനിക്ക് കഴിയുന്നുള്ളൂ. എന്താ കാരണം? എന്റെ കയ്യിൽ പണമില്ല. പണമില്ലാത്തവൻ പിണമാണമ്മേ, വെറും പിണം. നിനക്കെന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് മനസ്സിലായി. അതിന് മുഖവരെയൊന്നും കേട്ടു നിൽക്കാൻ സമയമില്ല. നീ കാര്യം പറ. ഞാനൊരു ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചു. അമ്മ പുച്ഛത്തോടെ ചിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ തുടങ്ങിയ ബിസിനസിന്റെയൊക്കെ അവസ്ഥ അങ്ങനെയായിരുന്നല്ലോ. ഇതങ്ങനെയുള്ള ബിസിനസ് ഒന്നുമല്ലമ്മേ. പണം കൊയ്തെടുക്കാനുള്ള എല്ലാ സാധ്യതയുള്ള ബിസിനസ്സാ. 10 പണം എറിഞ്ഞ 100 പണം പ്രോഫിറ്റായി തിരികെ കിട്ടുന്ന പാർട്ട്ണർഷിപ്പ് ബിസിനസ്. കേട്ടിട്ട് അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അതിൽ പങ്കാളിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. മതി, അമ്മയുടെ ഈ വിശ്വാസം മാത്രം മതി. ആദ്യം ഒരു 10 ലക്ഷം രൂപ ഞാൻ മുടക്കണം. അതിന് അമ്മ മനസ്സ് വെച്ചാ മതി. ഞാൻ മനസ്സ് വെക്കാനോ? അമ്മയുടെ ആഭരണങ്ങള് പണയം വെക്കാൻ തന്നാ മതി. 10 ലക്ഷം രൂപ മുടക്കിയ കോടികളാ നേട്ടം. അമ്മയെ ഞാൻ അമ്മ മഹാറാണിയായിട്ട് വാഴിക്കും. അത്രയ്ക്കങ്ങ് കളത്തണ്ട മോനെ. ഒരു സാധാരണ ഇരിപ്പിടത്തിൽ വെറും പെറ്റമ്മയായി ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കാൻ സമ്മതിച്ചാ മതി. കളിയാക്കൊന്നും വേണ്ട. ഞാൻ അമ്മയുടെ മോനാണെങ്കിൽ 3 മാസത്തിനകം അമ്മയുടെ ആഭരണങ്ങളെല്ലാം തിരികെ തരും. വലിയൊരു തുക അമ്മയ്ക്ക് പലിശ തന്നേക്കാം. മഹാഭാഗ്യം, പൂർവജന്മ പുണ്യം. പക്ഷേ അതിനമ്മയുടെ പക്കൽ 1 ഗ്രാം സ്വർണം പോലും ഇല്ലല്ലോ മോനെ. അമ്മയുടെ സ്വർണ്ണമൊക്കെ എവിടെ? ഒരാവശ്യത്തിനായി നിന്റെ അച്ഛൻ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അല്ല, അതിന് അച്ഛൻ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ മാധവേട്ടൻ പുറത്തു വന്ന് കാത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോയി. പച്ച കള്ളവാ. നിന്റെ തള്ള പെരും കള്ളിയാടാ. ആഭരണം ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാം ഒരു ഒളിപ്പിച്ച് വെച്ചിരിക്കുവോ പഠിച്ച കള്ളി. ഇവരുടെ ആഭരണം വാങ്ങി പണയം വെക്കുന്ന കാര്യം നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചില്ലേ? അതെല്ലാം ഇവര് ഒളിഞ്ഞു നിന്ന് കേട്ടു. അപ്പൊ തന്നെ എല്ലാം ഊരി ഒളിപ്പിച്ചതാ പെരും കള്ളി. ഇല്ല മോളെ, ഞാൻ എങ്ങും ഒളിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു സത്യവതി വന്നിരിക്കുന്നു. എടാ, സ്വർണം പുറത്തൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്കത് കണ്ടുപിടിക്കാം. വാ അമ്മേ. എടാ, ഇങ്ങോട്ട് വരാൻ. ഞാൻ കണ്ടുപിടിച്ചു തരാം. വാ. മാനത്തെ കൊട്ടാരം